ഇനി മൊണോപ്പൊളിയിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇൻ എ monopolist need not always sell his or her entire output in a single market for a uniform price. കാരണം he is the price maker, so he always think about making more profit. So he divide his market into a particular form, or he segregate his consumers or end consumers in different group, and he charges different prices in order to make or elicit the maximum profit. So that is known as price discrimination in monopoly. Monopoly ഒരു one of the weapon of monopolist എന്ന് തന്നെ പറയാം. that is പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത പ്രൈസുകൾ ചാർജ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എയിം ഓഫ് ദ monopolist എന്ന് പറയുന്നത്. ദിസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ക്യാൻ ബി ഓഫ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അതായത് ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുകയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ അനദർ വൺ ഈസ് പെർഫെക്റ്റ് ഡിസ്ക്രിമിനേഷൻ. ആൻഡ് ഇൻ ദിസ് class we will discuss about the market discrimination. Then in a market discrimination, a monopolist sell his entire quantity into two different market, and each of this market may be clearly segregated or differentiated, and he charges different prices in different market. This price discrimination is feasible only if the buyers are unable to purchase that product in one market and resell it in another. Otherwise, this condition may not be fulfilled. അതായത് ഈ രണ്ട് മാർക്കറ്റുകളെ തമ്മിൽ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു നിയമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടോ തരംതിരിക്കുന്ന തരത്തിലുള്ള രണ്ട് ബോർഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് മാർക്കറ്റിനെയും സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് പ്രൈസ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. കാരണം ഇതിലിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും അത് മറ്റൊരു മാർക്കറ്റിൽ മറിച്ച് വിൽക്കാനുള്ള, അതായത് വില കുറഞ്ഞിടത്തുനിന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വില കൂടിയുള്ളിടത്ത് മറിച്ച് വിൽക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയെ തീർത്തും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഇവിടുത്തെ മോണോപ്പൊളിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവുള്ളൂ. ദെൻ ദ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദാറ്റ് ദ ഇലാസിറ്റി ഓഫ് ബോത്ത് മാർക്കറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. അതായത് രണ്ട് മാർക്കറ്റിൻ്റെയും ഇലാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവിടെ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷനും അവിടെ പോസിബിൾ ആവുള്ളൂ. സോ മാർക്കറ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് മാർക്കറ്റുകളിൽ വ്യത്യസ്ത പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ്. ഇവിടെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ കമ്മോഡിറ്റി ഈസ് ദ സെയിം കമ്മോഡിറ്റി ആയിരിക്കും, പ്രൈസ് മാത്രമാണ് അവിടെ മാറുന്നത്. നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലേക്ക് നമുക്ക് പോവാം. സോ ഹിയർ ക്വാണ്ടിറ്റി ഓഫ് ദ മൊണോപ്പൊളിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യുണീക്ക് കമ്മോഡിറ്റി ആയിരിക്കും. വി ക്യാൻ കോൾ ഇറ്റ് എസ് ക്യൂ, ആൻഡ് ഹി ഡിവൈഡ് ഹിസ് ക്വാണ്ടിറ്റി ഇൻ ടു, സപ്പോസ് ഇവിടെ നമുക്ക് രണ്ട് മാർക്കറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എ ആൻഡ് മാർക്കറ്റ് ബി ആണെങ്കിൽ ഹിസ് എൻ്റയർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു ടു. അതായത് ഒന്ന് ക്യൂ എ പാർട്ട് ഓഫ് ക്യൂ ഈസ് സോൾഡ് ഇൻ ദി ഫസ്റ്റ് മാർക്കറ്റ് ആൻഡ് ക്യൂ ബി പാർട്ട് ഓഫ് ക്യൂ ഈസ് സോൾഡ് ഇൻ ദ സെക്കൻഡ് മാർക്കറ്റാണ്. അതായത് നമുക്കിതിനെ വേണേൽ Q1 ആൻഡ് Q2 എന്ന് എഴുതുവാണെങ്കിൽ Q1 Q2 എന്ന് എഴുതുവാണെങ്കിൽ ദിസ് Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു ടോട്ടൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. ദാറ്റ് മീൻസ് ഹിസ് എൻ്റയർ ക്വാണ്ടിറ്റി Q ഈസ് sold in the first market, that part is Q1, and sold in the second market is known as Q2. And his revenue from both market are different. Why the revenue from both market are different? Because he charges different prices in the different market. Maybe ഒരു മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് കിട്ടുകയും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം മാക്സിമം ചിലപ്പോൾ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് വളരെ ഫേവറബിൾ ആണെങ്കിൽ പുള്ളി അവിടെ ഭയങ്കര ഹൈ പ്രൈസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം.
P1 is the price charged in the first market and P2 is the price charged in the second market. Therefore, his total revenue എന്ന് പറയുന്നത് ഹിസ് ടോട്ടൽ റവന്യൂ മാർക്കറ്റ് റവന്യൂ ഈസ് ഈക്വൽ ടു ദ റവന്യൂ ഹി ഗെയിൻ ഫ്രം ദ ഫസ്റ്റ് മാർക്കറ്റ് പ്ലസ് ദി റവന്യൂ ഹി ഗെയിൻ ഫ്രം ദ സെക്കൻഡ് മാർക്കറ്റ് ആണ്. ദെൻ വാട്ട് ഈസ് ദ റവന്യൂ ഫ്രം ദ ഫസ്റ്റ് മാർക്കറ്റ്? റവന്യൂ ഫ്രം ദ ഫസ്റ്റ് മാർക്കറ്റ് ഈസ് ഈക്വൽ ടു P1 Q1 ആയിരിക്കും റവന്യൂ ഫ്രം ദ ഫസ്റ്റ് മാർക്കറ്റ്. കാരണം അവിടെ Q1 ക്വാണ്ടിറ്റിയാണ് അവിടെ വിൽക്കുന്നത്. P1 ഈസ് ദ പ്രൈസ് ചാർജ് ഫോർ Q1. Similarly, R2 is the revenue that he gained from the second market, that is P2. Q2 is the revenue from the second market. Then what about his cost? Cost എന്ന് പറഞ്ഞാൽ അവിടെ മേ ബി സെയിം കോസ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഫോർ ബോത്ത് Q1 പ്ലസ് Q2 ആയിരിക്കും. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഫംഗ്ഷനിലേക്ക് പോവാം. സോ ഹിസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പൈ ഈസ് ഈക്വൽ ടു റവന്യൂ ഫ്രം ദ ഫസ്റ്റ് മാർക്കറ്റ് പ്ലസ് റവന്യൂ ഫ്രം ദ സെക്കൻഡ് മാർക്കറ്റ് മൈനസ് ഹിസ് ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് C ഇൻറ്റു Q പ്ലസ് Q2. സോ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റീനെ രണ്ട് മാർക്കറ്റിലേക്കും അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ഹാഡ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു Q1 ആൻഡ് Q2. രണ്ടിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഹി ഹാസ് ടു ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു Q1, ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു Q1 ആൻഡ് ഫസ്റ്റ് ഓർഡർ with respect to Q2. He has to differentiate pi with respect to Q1 and pi with respect to Q2 and set it is equal to 0. That is the first order condition. So here first revenue എന്ന് പറയുന്നത് Q1 മാത്രം ഫങ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് ഇവിടെ വരുന്നത്. സിംബോളിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് R1 dash Q1. ദെൻ R2 Q2 എന്ന് പറയുന്നതിൽ ശരിക്കും അവിടെ Q1 പ്രസൻറ്റഡ് അല്ലാത്തതുകൊണ്ട് ആ ഒരു പാർട്ട് ഓഫ് ദാറ്റ് ഫങ്ഷൻ വിൽ ബി എലിമിനേറ്റഡ്. ദ നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് C വിത്ത് റെസ്പെക്ട് ടു Q1 is equal to 0. That is the first order condition. Similarly, we can find the first order condition for Q2, that is R2 dash Q2 minus is total cost function differentiate with respect to second commodity ആണ്. അതായത് his first order condition says that MR1, that is marginal return or revenue from the first market minus his total MC equal to 0. Similarly, marginal return or revenue from the second market minus MC is equal to 0. That means MR1 equal to MC and MR2 equal to MC. That is one of the speciality of this price discrimination market is that his total MC should be equated to his MR from each market. That is the first order condition, that is MR1 equal to MR2 equal to MC. That is the first order condition. Similarly, we can find the second order condition. The second order condition also we have to execute both with respect to Q1 and Q2. That is equal to, we have to differentiate d square pi by dq1 square, d square pi by dq2 square, that is equal to R1 double dash. Symbolically we can represent first order with 1 slash and double slash for the second order condition. Then minus C double dash Q1 plus Q2 should be less than or equal to 0.
R2 double dash Q2 minus C double dash Q1 plus Q2 is less than 0. That indicates that slope of MR in the first market should be less than the slope of MC. Slope of MR2 less than the slope of SMC. So the second order condition says that the marginal revenue of each market, its slope should be less than the slope of MC. Let us illustrate the mathematical condition of this price market discrimination monopoly with the help of the examples. That is, there is market 1 and market 2, and the price charged by the monopolist in the first market is equal to 80 minus 5Q1, and the price charged in the second market is equal to 180 minus 20Q2. I already said that the price of each market depends upon the quantity that sold in that particular market ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, Q1 ആൻഡ് Q2. Q1ൻ്റെ പ്രൈസാണ് P1, Q2 എന്ന് പറയുന്നത് സെക്കൻഡ് മാർക്കറ്റിൽ കൊടുക്കുന്ന കമ്മോഡിറ്റിയാണ്, എണ്ണമാണ്, അതിൻ്റെ പ്രൈസാണ് P2 എന്ന് പറയുന്നത്. ബട്ട് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം കമ്മോഡിറ്റി തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് രണ്ടിനും കൂടെ തുല്യമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കോസ്റ്റ് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 20 ഇൻറ്റു Q1 പ്ലസ് Q2 is the total cost of the monopoly. So we have to combine his total profit function. His entire total profit function is equal to revenue from the first market plus revenue from the second market. Then revenue from the first market is equal to P1 Q1, revenue from the second market is equal to P2 Q2, and his total cost should be reduced from the total revenue. Then here profit is equal to P1. P1 is already given. Multiply P1 with Q1. So it is equal to 80 Q1 minus 5 Q1 square. Then total revenue is now complete of the first market. Then plus, now we have to find out the revenue of the second market. Multiply P2 with Q2, that is 180 Q2 minus 20 Q2 square. Then next we have to minus total cost, that is total cost is equal to 50 plus 20 Q1 plus Q2, that is equal to 80 Q1 minus 5 Q1 square plus 180 Q2 minus 20 Q2 square minus 50. That means I am taking that numbers outside the bracket. Minus 20 Q1 plus Q2, again 80 Q1 minus 5 Q1 square plus 1 Q1 square, 180 Q2 minus 20 Q2 square minus 50. Again taking Q1 plus Q2 outside the bracket is equal to minus 20 Q1 plus minus 20 Q2. Now let us reduce this function. Here 80 Q1, then next minus 20 Q1 is there, it's equal to 60 Q1 minus 5 Q1 square
Next 180 Q2 and minus 20 Q2 plus 160 Q2 minus 20 Q2 square minus 50. This is the final profit. And let us move on to the first order condition profit maximization. We have to find out two first order conditions, d pi by dq1 equal to 0 and d pi by dq2 equal to 0. That is equal to, we have to partially differentiate the function with respect to q1 alone. So it's equal to 60 minus 10 q1, then 60 q2, that will eliminate because it's partial differentiation. Here q2 is assumed to be constant, again q2 is assumed to be constant, 50 also eliminated. So this is the first order condition. Similarly, we have to find out the first order condition for q2. Then 60 q1 will be eliminated, 5 q1 square also eliminated, 160 minus 40 q2 is equal to 0. So we can find q1 and q2 from this equation. Here q1 is solved by q1 is equal to 60 divided by 10 equal to 6. Similarly, we can find q2 from the first order condition of profit maximization and market discrimination. That is equal to 160 divided by 40 equal to 4. So we obtained quantity sold in the first market 6 എണ്ണമാണ് ഒന്നാമത്തെ മാർക്കറ്റിൽ വിൽക്കുന്നത്, രണ്ടാമത്തെ മാർക്കറ്റിൽ വിൽക്കുന്നത് 4 ഐറ്റമാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. ഇനി നമുക്ക് പ്രൈസ് കണ്ടെത്താം. അതായത് നമ്മളിവിടെ തുടക്കത്തിൽ പ്രൈസിൻ്റെ ഫങ്ഷൻ തന്നിട്ടുണ്ട്. അതായത് പ്രൈസ് ഇസ് ഈക്വൽ ടു 80 മൈനസ് 5 Q1 ആണ്. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് കമ്മോഡിറ്റി ഈസ് ഈക്വൽ ടു 80 മൈനസ് 5 Q1 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ Q1 ഈസ് ഈക്വൽ ടു 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 × 5 30 വരും. അപ്പോൾ 80 മൈനസ് 30, P1 ഈസ് ഈക്വൽ ടു നമുക്ക് 50 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ മാർക്കറ്റിൽ അവർ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ മാർക്കറ്റിൽ എത്ര പ്രൈസാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ നമുക്ക് P2ൻ്റെ ഫങ്ഷൻ എടുക്കാം. ഹിയർ P2 ഈസ് ഈക്വൽ ടു 180, ക്വസ്റ്റ്യൻ നേരത്തെ തന്നതാണ്. 180 മൈനസ് 20 Q2 ആണ് P2 വരുന്നത്. അപ്പോൾ P2 ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് Q2 ഈസ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 180 മൈനസ് 80 P2 ഈസ് ഈക്വൽ ടു 100 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മാർക്കറ്റിൽ അവർ 6 ക്വാണ്ടിറ്റി 50 രൂപക്ക് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ മാർക്കറ്റിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി പക്ഷേ ഇരട്ടി പൈസയിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കണ്ടീഷൻ നമുക്ക് കംപ്ലീറ്റ് ആയില്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, ദെൻ ഓൺലി വി ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് പ്രൊഡ്യൂസർ ഈസ് റീച്ച്ഡ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ second order condition for profit maximization by differentiating the already obtained first order condition, differentiating with respect to the quantity again ആണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമുക്കിവിടെ 160 മൈനസ് 10 Q1 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വീണ്ടും നമ്മൾ Q1 വേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 60 minus 10 Q1, that answer is equal to minus 10. അപ്പോൾ ലെസ് ദാൻ 0 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. then d square pi by dq2 square ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d by similarly we will differentiate the second function 160 minus 40 Q2, that's also negative
അപ്പോൾ ബോത്ത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സെക്കൻഡ് ഓർഡർ കണ്ടീഷനും നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ദ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആൾസോ. ദെൻ നെക്സ്റ്റ് ഫൈനൽ സ്റ്റേജായി നമുക്ക് പിന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടി, രണ്ട് മാർക്കറ്റിൻ്റെയും ഇക്വിലിബ്രിയം പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് പിന്നെ പ്രോഫിറ്റ് ഫങ്ഷനിൽ നമ്മൾ ഇട്ടിട്ട് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ഫങ്ഷൻ നമുക്കിവിടെ ആൾറെഡി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ദ പ്രോഫിറ്റ് ഫങ്ഷൻ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു Q1. Q1 ഈസ് ഈക്വൽ ടു 6 മൈനസ് 5 Q1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. then plus 160 Q2. Q2 is equal to 4 minus 20 Q2 square ആണ്. that is equal to 16 minus 50. and the final answer നമുക്കിവിടെ കിട്ടുന്നത് ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 450 ആണ് നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. ദിസ് ഇസ് ദ മാർക്കറ്റ് ഡിസ്ക്രിമിനേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദ മൊണോപ്പൊളിസ്റ്റ്. സോ വി ഹാവ് ടു റിമെമ്പർ. അതായത് ഇതിൽ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ആദ്യം തന്നെ ഹി ഡിവൈഡ് ഹിസ് എൻറ്റയർ ക്വാണ്ടിറ്റി ഇൻറ്റു 2. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 അതായത് Q ഇസ് ഈക്വൽ ടു 10 ആണ്. അതായത് ടോട്ടൽ അദ്ദേഹം മാനുഫാക്ചർ ചെയ്തത് 10 ഐറ്റമാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളൂ. അതിൽ അദ്ദേഹം 6 ക്വാണ്ടിറ്റി ഒന്നാമത്തെ മാർക്കറ്റിലും അതുപോലെ രണ്ടാമത്തെ മാർക്കറ്റിൽ 4 ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ മാർക്കറ്റിൽ അദ്ദേഹം 50 രൂപക്ക് ചാർജ് ചെയ്തപ്പോൾ രണ്ടാമത്തെ മാർക്കറ്റിൽ അദ്ദേഹം 100 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എവിടെയാണ് അവർക്ക് ഏറ്റവും ഫേവറബിളായിട്ട് വരുന്നത് ആ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഒരുപാട് അങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ബട്ട് ദിസ് വിൽ ബി സക്സസ്ഫുൾ ഓൺലി വെൻ ഈച്ച് മാർക്കറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫറൻഷിയേറ്റഡ്. അതർവൈസ് അവിടെ ഒരു റീസെല്ലിങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ദാറ്റ് മീൻസ് ദാറ്റ് ഷുഡ് ബി എന്താണ് അത്രയും രണ്ട് മാർക്കറ്റിനെയും അവിടെ കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് രണ്ട് മാർക്കറ്റും വ്യത്യസ്ത തരത്തിൽ ആക്കുന്നതാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടാവും. അതായത് ചിലപ്പം എന്താ പറയുക, ഏഷ്യൻ കൺട്രീസിൽ ഇത്ര രൂപക്ക് ചാർജ് ചെയ്യും, വിദേശങ്ങളിൽ ഇത്ര രൂപക്ക് ചാർജ് ചെയ്യും. ഇതിൽ ഡൊമസ്റ്റിക്കിലും അതുപോലെ ഫോറിൻ രാജ്യങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നത് ഒക്കെ ഈ തരത്തിലുള്ള മാർക്കറ്റ് ഡിസ്ക്രിമിനേഷന് എക്സാമ്പിളാണ്. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇലാസിറ്റി ഷുഡ് ബി ഡിഫറെൻറ്റ്. അതായത് രണ്ട് മാർക്കറ്റിലും ഇലാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.